യുകെയിൽ വണ്ടിയുള്ളവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുകെയിൽ ഏറ്റവും വൻ നഗരങ്ങളായ ലണ്ടൻ, ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ പോലുള്ള വൻ നഗരങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള വണ്ടി മോഷണം ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ഇവിടെ വന്നേക്കുവാണ്. കാരണം ഈ ലാൻഡ് റോവർ, റേഞ്ച് റോവർ പോലുള്ള വണ്ടികൾ മാത്രമല്ല, ടൊയോട്ടയുടെ ഇതുപോലുള്ള RAV4കളും മോഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ ഫുൾ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നത് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നമ്മൾ പറയുന്നത്. ഇത് മറ്റൊരു വണ്ടി ഈസി ആയിട്ടൊരു കീലെസ് ആയിട്ടുള്ള വണ്ടി എങ്ങനെ അടിക്കാൻ പോകുന്നത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു വീഡിയോ എനിക്ക് പൂർണ്ണമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമസ്കാരം, എല്ലാവർക്കും ഡ്രീം ലൈഫിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വണ്ടി മോഷണ ശ്രമത്തിൻ്റെ കഥയാണ്. അതെ, ഞങ്ങളുടെ വണ്ടി ഒന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ച് അതുകൊണ്ട് കുറച്ച് കേടുപാടുകളുണ്ടായി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് അതിന് എന്തൊക്കെ ചെയ്തു, പിന്നീട് മോഷ്ടിക്കപ്പെടാതിരിക്കും എന്തൊക്കെ ഞങ്ങൾ പ്രിക്കോഷൻ എടുത്തു എന്നുള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. നമ്മുടെ ഷൈച്ചേട്ടൻ്റെ പച്ചക്കറിത്തോട്ടമായിരുന്നു, അത് ഒത്തിരി അധികം പേര് കണ്ടു. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങാം. അതെ, ഇത്തവണ ശബരിമലയ്ക്ക് പോകാനായിട്ട് നാട്ടിൽ പോയി രണ്ടാമത്തെ ദിവസം എനിക്ക് വരുന്ന കോള് വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയ രീതിയിൽ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ വിളിക്കുന്നത്, വൈഫ് വിളിക്കുന്നത്. അവൾ തലേദിവസം എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്ന് വണ്ടിയിട്ട് ഉച്ചവരൊക്കെ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും ഫ്രണ്ട്സ് വന്നുമ്പോഴാണ് ഇങ്ങനൊരു പടം അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ വണ്ടി കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോഴേ മനസ്സിലായി ഇതെന്തോ പുതിയതാണല്ലോ, ഇതെന്തോ കട്ട് ചെയ്താണല്ലോ. കാരണം നല്ല ഷാർപ്പ് എഡ്ജിൽ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഫോട്ടോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ടൊയോട്ട RAV4ൻ്റെ ഗ്രൂപ്പിലിട്ടു. അവരപ്പോൾ തന്നെ പറഞ്ഞു, ഇത് നിങ്ങൾ ഇവിടെ ടൊയോട്ട RAV4 മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ രീതിയിലാണ്. കീലെസ് ആയിട്ടുള്ള വണ്ടികൾ ഇവരെന്തോ ഇവരുടെ മെഷീനുണ്ട്, ആ മെഷീൻ കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് അൺലോക്ക് ചെയ്ത് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു വണ്ടി കൊണ്ടുപോകും. എന്തോ ഭാഗ്യവശാൽ ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോയില്ല. നമ്മുടെ വണ്ടി എന്തുകൊണ്ട് മോഷ്ടിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അന്ന് അവരൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിക്ക് അത് സ്റ്റിയറിംഗ് ലോക്കില്ല, ഒരു ട്രാക്കറില്ല. ഓൾറെഡി ഞാൻ ഈ ടൊയോട്ട ടൊയോട്ട ആപ്പിൽ നമ്മളൊരു ചെറിയൊരു ട്രാക്കിംഗ് പരിപാടി ഉണ്ട്. അതായത് ട്രിപ്പ് പോകണമൊക്കെ അതിനകത്ത് കാണിക്കും, അതിൻ്റെ മൈലേജ്, അതിൻ്റെ ഡ്രൈവിംഗ് നല്ലതായിരുന്നു എന്നൊക്കെ കാണിക്കുന്ന ആപ്പുണ്ട്. അല്ലാണ്ട് വേറൊരു സംഭവം അതിനകത്തില്ലായിരുന്നു. ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് വന്നു, ഇന്ന് തന്നെ നിങ്ങളുടെ വണ്ടി മോഷ്ടിക്കാൻ വീണ്ടും ശ്രമിക്കാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റിയറിംഗ് ലോക്ക് മേടിച്ചിടാം. അപ്പം ഞാൻ സ്റ്റിയറിംഗ് ലോക്ക് മേടിച്ചതാണെന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ്. ഇത് ഹാൽഫോർട്സിൽ 150 പൗണ്ട്സിന് കിട്ടുന്നതാണ്. ഇത് ഇടാനും എടുക്കാനും നല്ല ടഫാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് അവർ മുറിച്ചിട്ട് കൊണ്ടുപോകാൻ ഇത്തിരി ടഫുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ ടൊയോട്ടക്കാരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ട്രാക്കർ പിടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി അപ്പോയിൻമെൻറ്റ് എടുത്ത് ട്രാക്കർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഇങ്ങനെ സംഭവം ഉണ്ടായി ആ സ്പോട്ടിൽ തന്നെ വൈഫ് പോലീസിനെ വിളിച്ചു. അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ റിപ്പോർട്ട് നമ്പർ തരുന്നു. ആ നമ്പർ വെച്ചിട്ട് വേണം ഇൻഷുറൻസുകാരെ വിളിക്കാൻ. ഇൻഷുറൻസ് എൻ്റെ പേരിലായത് ഞാൻ നാട്ടിലായതുകൊണ്ടും ഇൻഷുറൻസുകാരെ വിളിച്ചിട്ട് അവർ ഞാൻ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ വിളിച്ചത് ക്ലെയിം ചെയ്തു. അപ്പോൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഡാമേജ് മാത്രമല്ല, വണ്ടി ഫുള്ളി ടോട്ടൽ ഡാമേജ് ഒക്കെ ആയി വണ്ടി എടുത്തുകൊണ്ട് പോയാലും നമുക്ക് ആ ഫുൾ പൈസയും അത് എത്രയാണോ വാല്യുവേഷൻ പറഞ്ഞിരിക്കുന്നത് മൊത്തം കിട്ടും. ഗ്യാപ്പ് ഇൻഷുറൻസ് കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സിൽ നമ്മൾ മേടിച്ച പൈസ എത്രയ്ക്കാണോ അത്രയും തന്നെ നമുക്ക് പൈസ കിട്ടും. പക്ഷേ ഒരു ദോഷം എന്ന് പറയുന്നില്ല, അതിനോട് ഒരു ആഡ് ഓൺ കൂടെ ഉണ്ട്. അതായത് നമുക്ക് എത്രയാണ് നമ്മൾ വോളണ്ടറി എക്സസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഒരു ക്ലെയിം ചെയ്യുന്നത് എക്സസ് എമൗണ്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ ചെയ്ത ആൾക്കാരെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ നിന്ന് ആ എക്സസ് എമൗണ്ട് എടുത്തോളും. അല്ല, നമ്മൾ വീഡിയോ സബ്മിറ്റ് ചെയ്യുന്നെങ്കിൽ വീഡിയോയ്ക്കകത്ത് അവരുടെ മുഖം പോലും വിസിബിൾ അല്ല, ഒരു മാസ്ക് ഇട്ട് അവർ വന്ന് ചെയ്തിരിക്കുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളിലും അത് ഡ്രൈവറുടെ ഓണർ എത്രയാണോ ഇൻഷുറൻസ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന എക്സസ് എമൗണ്ട് അത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റ് ചെയ്തിരുന്ന ഒരു 450 പൗണ്ട്സ് ആയിരുന്നു. അതിന് ഞാൻ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ ഇട്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ 450 തിരിച്ച് കിട്ടി. ടൊയോട്ടക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞത് 600 പൗണ്ട്സ് ആവുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞു അവർക്കൊരു 478 പൗണ്ട്സിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും, 450 നമ്മൾ എക്സസ് കൊടുക്കണം പറഞ്ഞു. ബട്ട് നമ്മൾ 450 നേരത്തെ പറഞ്ഞാൽ 450 കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കൊടുക്കണം, ബട്ട് അത് റീഫണ്ട് ചെയ്ത് കിട്ടി. അപ്പോൾ നമുക്ക് ഒറ്റ പൈസയും ചിലവില്ലാണ്ട് അത് ക്ലെയിം ചെയ്ത് കിട്ടി. അപ്പോൾ എനിക്കൊരു കാര്യം ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 2000 അല്ലെങ്കിൽ ഒരു 1000 എബോ ആയിട്ടുള്ള ക്ലെയിം വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യാനും, കാരണം നമ്മൾ മാസം കഷ്ടപ്പെട്ട് അതിൻ്റെ പൈസ അടയ്ക്കുന്നതല്ലേ. മറ്റൊരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ നേരത്ത് കൂടുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ പുതിയൊരു ഇൻഷുറൻസ് ഫിക്സ് ചെയ്യാൻ തന്നെ ഭയങ്കര ടഫാണ്. കാരണം ഞങ്ങൾക്ക് എത്രയാണോ പ്രീമിയം നേരത്തെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഇരട്ടി ആയെന്നാണ് നമ്മൾ കറണ്ട്. എനിക്ക് മാഷമല എന്നോട് പറഞ്ഞത് ഇതിൻ്റെ ഇരട്ടി തുകയാണ് അവർ പറഞ്ഞത്. ഞാൻ ഉടനെ തന്നെ നമ്മൾ കമ്പയറിലും കൺഫ്യൂസ്ഡും എല്ലായിടത്തും തപ്പി നോക്കി. അപ്പോൾ ഇവരത്രയും കാണിക്കുന്നില്ല പോലും ഒരു അല്പം കൂടി, ഒരു 5-6 പൗണ്ട് കൂടി എനിക്കൊരു പ്രീമിയം കിട്ടി, ഒരു പോളിസി കിട്ടി. ഞാൻ അതാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 വട്ടം ആലോചിച്ചിട്ട് ക്ലെയിം ചെയ്യാവുള്ളൂ. എസ്പെഷ്യലി ഒരു
ഒരു 500 പൗണ്ട് 600 700 അല്ലെങ്കിൽ ഒരു 1000 പൗണ്ട് താഴെ വരെ നിൽക്കുന്നൊരു ക്ലെയിമുകളിൽ. കാരണം നമ്മൾ ഒരു വർഷത്തെ അടയ്ക്കുന്ന മൊത്തം തുകയും അല്ലെങ്കിൽ ക്ലെയിം ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന പ്രീമിയം തുകയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 500 600 ചിലവാക്കുന്നത് ഒരു നഷ്ടമേ അല്ലാന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. അതൊരു അനുഭവം ആയതുകൊണ്ട് മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരു RAV4 എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ ആണ്. അത്രയും സിമ്പിളായിട്ടാണ് അവർക്ക് കീലെസ് ആയിട്ടുള്ള വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഈ റീസെൻ്റ് ഒരു ഡോക്യുമെൻ്ററി കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് eBayയിൽ നിന്ന് എന്തോ 50,000 പൗണ്ട്സിന് എന്തോ ഒരു മെഷീൻ കിട്ടും. അത് വെച്ച് അവർക്ക് ഈസി ആയിട്ട് അൺലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിനുശേഷം ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ കാറിനെ സേഫ് ആക്കാൻ പറ്റുന്ന 3-4 കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഒന്നാമത്തത് സ്റ്റിയറിംഗ് ലോക്ക്, രണ്ടാമത്തെ വന്നിട്ട് നമ്മുടെ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ എപ്പോഴും അതിൻ്റെ CCTV വിഷ്വൽ കൊണ്ട് നമുക്കൊരു പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. മിക്കവാറും വിഷ്വലുകൾ ഒരു യൂസും ഇല്ല. പോലീസാണെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയലോക്കത്തെ കൊണ്ട് വണ്ടി നിർത്തി കള്ളന്മാർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തിട്ട് പോകുന്നെങ്കിൽ അയലോക്കത്ത് നിന്ന് അവിടുത്തെ CCTV എന്നെങ്കിലും നമുക്ക് വിഷ്വൽ കിട്ടി അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ അപ്പുറത്തുള്ള വിഷ്വൽ അപ്പുറത്തെ വേറെ വല്ല വിഷ്വൽ ഉണ്ടോ എന്ന് ചോദിച്ച് പോയപ്പോൾ അവരുടെ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിലും അവർ പോലീസുകാരൊന്നും ചോദിക്കത്തുമില്ല. അങ്ങനെ ഒരു സംഭവങ്ങൾ ഇവിടുത്തെ പോലീസിൻ്റെ രീതിയെ വേറെയാണ്. നമ്മൾ കള്ളന്മാരെ കൈ പിടിച്ചുകൊണ്ട് പോയി അവരെടുക്കും. അല്ലാണ്ടൊക്കെ ഇത്തിരി പണിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രാക്ക് ചെയ്ത് അതിൻ്റെ പുറകെ പോയി പിടിക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ ഫൈൻ ഗുഡ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കമൻറ്റ് സെക്ഷനിൽ നമുക്ക് ആ വീഡിയോനെ പറ്റി നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. നെക്സ്റ്റ് ടൈം കാണാം. ബൈ.